ഹലോ ഗൈസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ എത്തിയിരിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും റെഡ്മിയുടെ നോട്ട് 10 സീരീസ് സ്മാർട്ട് ഫോൺസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാതിരിക്കുക. കാരണം അപ്ഡേറ്റ് ചെയ്ത ആൾക്കാരുടെ സ്മാർട്ട് ഫോൺസ് എല്ലാം തന്നെ ക്യാമറ അടിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് അപ്ഡേറ്റ് ചെയ്യാതിരിക്കുക. ഇതിൽ പ്രധാനമായിട്ടും പറയാനുള്ള റെഡ്മി നോട്ട് 10 പ്രോയും പ്രോ മാക്സുമാണ്. ഈ രണ്ട് സ്മാർട്ട് ഫോൺസാണ് പ്രധാനമായിട്ട് ഈ ക്യാമറയുടെ ഇഷ്യൂസ് വരുന്നത്. അതായത് ഫ്രണ്ട് ക്യാമറ വർക്ക് ചെയ്യുന്നില്ല, ഇങ്ങനത്തുള്ള ഐറ്റംസിൻ്റെ ഒന്നും. ട്വിറ്ററിൽ വളരെയധികം ആൾക്കാർ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അണ്ടർ 20,000 സെഗ്മെൻറ്റിലെ ഏറ്റവും ബെസ്റ്റ് സ്മാർട്ട് ഫോൺസ് ആയിരുന്നു റെഡ്മി നോട്ട് 10 പ്രോയും പ്രോ മാക്സും. ഞാൻ ഒരുപാട് പേർക്ക് സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ കൂടിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്മാർട്ട് ഫോൺ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യണ്ട. ഇനി അപ്ഡേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ നിങ്ങൾ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോകുക. ഓതറൈസ്ഡ്, അതായത് റെഡ്മി ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോകുക. അവിടെ കൊണ്ടുപോയിട്ട് കൊടുക്കുക, അവർ ശരിയാക്കി തരും. ഇനി അവർ ശരിയാക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കണ്ട. കാരണം റെഡ്മി ഒഫീഷ്യലായിട്ട് ഇപ്പം ട്വീറ്റ് ചെയ്തിട്ടുണ്ട്, ഈ നിങ്ങളവിടെ കൊടുത്താൽ മതി, ഫ്രീ ആയിട്ട് അവർ സർവീസ് ചെയ്ത് തരുമെന്നുള്ള കാര്യം. അപ്പോൾ ആ ഒരു ട്വിറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ഇനി അവർ പൈസ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ട്വിറ്റർ ലിങ്ക് ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി. കുറച്ച് നാൾ മുമ്പ് വരെ നോക്കാനാണെങ്കിൽ പോക്കോ X2 ഈ ഒരു ഇഷ്യൂ വന്നുകൊണ്ടിരുന്നത്. അതായത് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് മദർ ബോർഡ് അടിച്ചു പോവുക, ക്യാമറ വർക്കാവാതിരിക്കുക. റെഡ്മിയുടെ ചില ഡിവൈസസിലും ഈ ഒരു പ്രശ്നങ്ങളുണ്ട്. നോട്ട് 8 പ്രോയിൽ സ്പീക്കർ അടിച്ചു പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ഡിവൈസിൻ്റെ പേര് എനിക്ക് എക്സാക്റ്റ് ഓർമ്മയില്ല, അതിൻ്റെ ക്യാമറ ഡെഡ് ആയിട്ടുണ്ട്. ചില ഡിവൈസസിൽ അങ്ങും ഇങ്ങും ഈ ഒരു പ്രശ്നങ്ങൾ വരുന്നുണ്ട് അപ്ഡേറ്റ് ആവുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ്മി ഡിവൈസസ് അതിൽ MIUIയുടെ അപ്ഡേറ്റ് വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക. ആ ഒരു അപ്ഡേറ്റ് സ്റ്റേബിൾ ആണോ എന്ന് കൺഫേം ചെയ്യുക. അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏതെങ്കിലും യൂട്യൂബ് ചാനൽസോ അല്ലെന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾസോ ഒക്കെ, ഈ ടെക്കുമായിട്ടുള്ള ആർട്ടിക്കിൾസൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതിലൊക്കെ അപ്ഡേറ്റ് ആയിട്ട് വരും. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലെന്തായാലും അവർ മെൻഷൻ ചെയ്യും. ഓക്കെ, അത് ഫോളോ ചെയ്തിട്ട് മാത്രം നിങ്ങൾ ഈ MIUIയുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ ചെയ്യുക. പിന്നെ പല ആൾക്കാർക്കും ഉള്ള ഒരു ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയതായിട്ട് സ്മാർട്ട് ഫോൺ എടുക്കുന്നവർക്കാണ്. ഇപ്പോൾ പോക്കോയുടെ ഈ X2 ഇഷ്യൂ വന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ പോക്കോ സ്മാർട്ട് ഫോൺസ് എടുക്കാതിരുന്നവർ തന്നെ പോക്കോ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ നോക്കാനാണെങ്കിൽ സാംസങ്ങിൻ്റെ സ്മാർട്ട് ഫോൺസ് അടിച്ച് ഇതുപോലൊക്കെ പ്രശ്നം വന്നിട്ടുണ്ട്. അപ്പോൾ സാംസങ് ആരും ഉപയോഗിക്കാതിരിക്കുന്നൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് റെഡ്മിയുടെ സ്മാർട്ട് ഫോൺസ് ഒക്കെ എടുക്കാൻ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ റെഡ്മി തന്നെ അവർ കൺഫേം ചെയ്തിട്ടുണ്ട്, അവർ ഫ്രീ ആയിട്ട് ഇത് മാറി തരാനുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പം അപ്ഡേറ്റ് ചെയ്തൊരു ടെൻഷൻ അടിക്കേണ്ട, നേരെ ഓതറൈസ്ഡ് ആയിട്ടുള്ള സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി ശരിയാക്കുക. ഇനി അപ്ഡേറ്റ് ചെയ്യാനിരിക്കുന്നവർ വെയിറ്റ് ചെയ്യുക, സ്റ്റേബിൾ അപ്ഡേറ്റ് വന്നിട്ട് മാത്രം അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.